പിണറായി പാറപ്പം സമ്മേളനം 85ാം വാർഷിക വാരാചരണത്തിന് നാളെ കൊടിയുയരും. 26-ന് പൊതുസമ്മേളനത്തോടെ സമാപനം കുറിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാരാചരണത്തിന്റെ ഭാഗമായി പിണറായി ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും പതാക ദിനാചരണം നടത്തി. വൈകിട്ട് 5-ന് പാറപ്പുറം സമ്മേളന സ്മാരക സ്തൂപത്തിൽ നിന്ന് പതാക ജാഥയും പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിക്കും. 2 ജാഥകളും വൈകിട്ട് 6-ന് പിണറായി കൺവെൻഷൻ സെന്ററിൽ എത്തുന്നതോടെ വാരാചരണത്തിന് പതാക ഉയർത്തി ഔദ്യോഗിക തുടക്കമിടും. തുടർന്ന് 22-ന് രാവിലെ ധർമ്മടം, പിണറായി, കോട്ടയം, വേങ്ങാട് പഞ്ചായത്തുകളിലെ പൊതുയിടങ്ങളും ബ്രാഞ്ച് കേന്ദ്രങ്ങളും ഉൾപ്പെടെ 250ഓളം സ്ഥലങ്ങളിൽ പാർട്ടി അംഗങ്ങളും ബന്ധുക്കളും ശുചീകരണം നടത്തും. 22-ന് വൈകിട്ട് കാപ്പുമലിൽ നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, 24-ന് പാറപ്പുറത്ത് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറുകൾ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവർ ഉദ്ഘാടനം ചെയ്യും. 26-ന് വൈകിട്ടാണ് സമാപന പൊതുസമ്മേളനം. ഇതിനു മുന്നോടിയായി കമ്പനി മെട്ടയിൽ നിന്നും ചുവപ്പ് വളണ്ടിയർമാരുടെ അകമ്പടിയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ബഹുജന പ്രകടനം ഉണ്ടാവും. പ്രകടനം പൊതുസമ്മേളന സ്ഥലത്ത് എത്തുന്നതോടെ ആരംഭിക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ MV ജയരാജൻ, M സുരേന്ദ്രൻ, K മനോഹരൻ, T ഷബ്ന, K ശശിധരൻ തുടങ്ങിയവർ സംസാരിക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടായിരുന്നു 1939 ഡിസംബറിൽ അവസാനം പിണറായി പഞ്ചായത്തിലെ പാറപ്പുറത്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ഒരു രഹസ്യ സമ്മേളനം. ആ സമ്മേളനം ചേർന്നതിന്റെ 85ാമത് വാർഷികമാണ് ഈ ഡിസംബർ മാസം 26-ാം തീയതി വിപുലമായ ബഹുജന പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പാർട്ടിയുടെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ നിലയിൽ കൂടി 85 വർഷം മുമ്പ് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രഹസ്യ സമ്മേളനത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളത്തെ 85ാം വാർഷികാചരണ പരിപാടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വാരാചരണമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ആ വാരാചരണത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കുന്നത് നാളെയാണ്. നാളെ 20-ാം തീയതി ഏരിയയിലെ 254 പാർട്ടി ഘടകങ്ങളിൽ പതാക ഉയർത്തിക്കൊണ്ടും ഡിസംബർ 26-ന് നടക്കുന്ന സമാപന പരിപാടിയിലെ നഗരിയിൽ പിണറായി പാറപ്പുറം സമ്മേളന സ്മാരകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പതാകയും ആ സമ്മേളനത്തിന് കളമൊരുക്കിയ മറ്റൊരു സമ്മേളനത്തിൽ നൽകിയ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് കൊടിമരവും കൊണ്ടുവന്നു നാളെ വൈകുന്നേരം 20-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി ഈ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വാരാചരണ പരിപാടിക്ക് തുടർന്നുകൂടി. വാരാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ അനുബന്ധ പരിപാടി ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 13 കേന്ദ്രങ്ങളിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സെമിനാറുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഇതിനകം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. വെല്ലുവിളിക്കപ്പെടുന്ന ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കോട്ടയം മുറിയിൽ മുൻ മന്ത്രിയും MLA-യുമായ T ജലീൽ പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാർ കഴിഞ്ഞ ദിവസം നടന്നു വരുന്നു. 22-ാം തീയതി മുൻ മന്ത്രിയും ആയിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് പങ്കെടുക്കുന്ന മറ്റൊരു സെമിനാർ കാപ്പുമൽ വെച്ച് നടക്കും. ആ സെമിനാറിന്റെ വിഷയം നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വിഷയമാണ്. 24-ാം തീയതി
CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പങ്കെടുക്കുന്ന മറ്റൊരു സെമിനാർ പാറപ്പുറത്ത് വെച്ച് നടന്നു. അതിന്റെ വിഷയം കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് എന്ന വിഷയം. ഇതിന് പുറമെ 10 പ്രഭാഷണ പരിപാടികൾ പിണറായി ലോക്കലിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തോടുകൂടി ആ പ്രഭാഷണ പരിപാടി അവസാനിക്കും. ഇത്തരത്തിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് ഇത്തവണത്തെ വാരാചരണ പരിപാടി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സമ്പൂർണ്ണ ശുചിത്വ നവകേരളം എന്ന ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനെ കുറച്ചുകൂടി സഹായകരമായ നിലയിൽ പിണറായി പാറപ്പുറ സമ്മേളനത്തിന്റെ 55ാം വാർഷികം ആചരിക്കുമ്പോൾ നമ്മുടെ ഈ 4 പഞ്ചായത്തുകളിൽ ധർമ്മടം, പിണറായി, കോട്ടയം, വേങ്ങാട് പഞ്ചായത്തുകളിലെ പൊതുയിടങ്ങളും പ്രാദേശിക മേഖലകളിൽ പാർട്ടി പ്രവർത്തകന്മാരും വർഗവിരുദ്ധ സംഘടനകളുടെ പ്രവർത്തകരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള അതിവിപുലമായ ഒരു ശുചീകരണ പ്രവർത്തനം അത് 22-ാം തീയതി ഡിസംബർ 22-ാം തീയതി നടക്കും. ഏതാണ്ട് 200-ലധികം കേന്ദ്രങ്ങളിൽ ഈ ശുചീകരണ പ്രവർത്തനം അതികാലത്ത് ആരംഭിച്ച് 10 മണിയോടുകൂടി പൂർത്തീകരിക്കണമെന്നതിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. 21-ാം തീയതി പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മരണക്കായി ഒരു ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. സ്വർണ്ണ മെഡലിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. പിണറായി AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് ജില്ലയിലെ നാനാഭാഗത്തും ജില്ലയിലെ മാഹി മേഖലയിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ ഈ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊരു വലിയ കൂട്ടായ്മയായി മാറണമെന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷ. അതുപോലെ 23-ാം തീയതി 22-ാം തീയതി ഒക്കെ ആയിട്ട് വിവിധ പ്രദേശങ്ങളിൽ കലാ കായിക മത്സരങ്ങൾ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനാവുന്ന വിധത്തിൽ വിവിധങ്ങളായ മത്സര പരിപാടികൾ പിണറായി മേഖലയിലും പാറപ്പുറം മേഖലയിലും വിപുലമായ നിലയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കെ ശശിധരൻ, വി ലീല, കെ രാജീവൻ, PM അഖിൽ, C നന്ദനൻ, A നിഖിൽകുമാർ, TK അനൂപ് എന്നിവർ പങ്കെടുത്തു.